അല്ല നായരെ, ഈ കേൾക്കുന്നൊക്കെ ശരി തന്നെയാണോ? നമ്മളെ പിള്ളേർ തന്നെയാണോ? പിന്നല്ലാതെ ഇന്നലെ ഉത്സവപ്പറമ്പിൽ പൊരിഞ്ഞടിയായിരുന്നില്ലേ? ആഹാ, നായരട്ടാ 2 ചായ. നീയൊക്കെ ഇന്നലെ ഉത്സവം കലക്കിന്ന് പത്രത്തിലുണ്ടടാ. ഓ, അപ്പത്തേനും പത്രത്തിൽ വന്ന നിന്റെയൊക്കെ വിളച്ചിരിത്തിരി കൂടുന്നുണ്ട് കേട്ടാ. മിസ്റ്റർ ബജരംഗൻ, ഈ മിന്നുന്ന ബൾബ് ഒരാഴ്ച കൂടുമ്പോഴാണ് കത്തുന്നത്. നമുക്കറിയാൻ പാടാത്തോണ്ട് ചോദിച്ചതാ. ഇന്നലെ മിന്നീതാ, പിന്നെ ഇതുവരെ കത്തിയിട്ടില്ല. നീയൊക്കെ ഊരിയതേ ബൾബിന്റെ ഫ്യൂസ് അല്ല, ഞങ്ങളുടെ അണ്ണന്റെ ഫ്യൂസാ. പോരെണ്ണ എടാ വിനയ, നീയൊക്കെ ഞങ്ങളെ തല്ലിയത് പോട്ടെ നോക്കാം. പക്ഷെ എന്തിനാണ് ഒന്നും അറിയാത്ത ഈ പാവത്തിനെ തല്ലിയത്? കാരണമില്ലാതെ ഒരു തെണ്ടികളെയും ഞങ്ങൾ തല്ലാറില്ല. ഇവന്റെ ഫിലിമെന്റിന്റെ നില ഒരല്പം കൂടുതലായിരുന്നു, അതാ തല്ലിയത്. എടാ ഫിലമെന്റ്, ഒരു കാരണവുമില്ലാതെ ഇവന്മാരാരെയും തലത്തില്ലെന്ന്. നീ അടുത്ത ബസ് പിടിച്ച് സ്ഥലം വിട്ടോ. അതാ നല്ലത്. ഞാനൊന്നും പോവില്ല. പൊട്ടി ബൾബിന്റെ കാശിൽ അത് മോഹൻലാലി കട കയറ്റില്ല. മാത്രല്ല, അത് സാധാരണ ബൾബൊന്നല്ല, ഇല്യൂമിനേഷൻ ബൾബാണ്. ഇപ്പൊ ശരിക്ക് ഫ്യൂസായ എണ്ണ. എന്റെ പൊന്നു നായരേട്ടോ, നമ്മുടെ 60 വാട്സിന്റെ ബൾബ് ഒരു 10 തവണ മിന്നിയും കിടയും ചെയ്ത് അടിച്ചു പോകത്തില്ലേ? അടിച്ചു പോകത്തില്ലേ? ഇതുവരെയുള്ള നായരേട്ടം പറ. പിന്നെ പോവും. അതാണ് നീയൊക്കെ തന്നെയാണോ ചെയ്തത്? അതിനുള്ള തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. എങ്കിൽ ആ തെളിവൊന്നെടുത്തേ ഞാനൊന്ന് കാണട്ടെ. ഞങ്ങളൊക്കെ വെറും മറ്റേ ഉണ്ണാക്കന്മാരെന്ന് വിചാരിക്കില്ല കേട്ടോ. ഇവിടെ അരേതു ചക്രം നീ കേരളത്തിൽ പിന്നെ ആരാണ് പറയുന്നത്? ചക്കറോ? കണ്ട കേട്ടാ, നായരേട്ടൻ വരെ അരേത്തു ചക്രം എന്ന് പറഞ്ഞു. എന്ന് വെച്ച് നായരേട്ടനാണോ അതൊക്കെ ചെയ്തത്? ഏയ്, ഞാനൊന്നുമല്ല. വിനയ, ഇനി ഇവനോ? ഒന്നിങ്ങി വന്നേ. എന്താടാ പ്രശ്നമില്ല? ഒറ്റയ്ക്ക് നടികളുണ്ടോ? എന്നിട്ട് കാണാട്ടാ. കണ്ട എന്തോ ഗൂഢാലോചനയാ. ഒരു പുറകിലിങ്ങോട്ടാ പോണത്. എന്താ കാര്യം? നിന്റെ കാര്യം പോക്കാ വിനയ. അനി ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, ദൈവന്മാരെല്ലാം ഉണ്ടായിരുന്നു എന്റെ കൂടെ ഫ്യൂസ് ഊരാൻ. മിക്കവാറും നിന്റെ ഫീസ് ഭഗവാനൂർ. നീയും ശ്രീദേവിയായിട്ടില്ല അതിന്റെ കാര്യേ ഭഗവാൻ അറിഞ്ഞു. നീ ഇതിപ്പോ എവിടെന്നാ? ഞാൻ ഭഗവാന്റെ വീടിന്റെ അടുത്തുകൂടി വന്നപ്പോ കേട്ടതാ. ഇവനെ കൊല്ലൂന്ന് പറഞ്ഞ് കലിതുള്ളി നിൽക്കുന്നുണ്ടായിരുന്നു. ഇവന് മാത്രം കൊല്ലുള്ളൂ അതോ കൂടുതലുള്ളവരും കൊല്ലൂ? മിക്കവാറും നമ്മളെല്ലാരും കൊല്ലും. തീരുമാനായി. വിനയ, 8:30 ജനതയ്ക്ക് ഞാൻ അങ്ങ് പോവുക. കത്തെഴുതാം, മറുപടി നീ അയക്കണം. പേടിക്കണ്ട. കൊല്ലും ഞാൻ ആ പട്ടിയെ. കൊല്ലണം? അയ്യോ ഒളിയാ, ഞാനൊന്ന് പറഞ്ഞു. താനൊരു കോപ്പം പറയണ്ട. താൻ ഒറ്റ കാരണം അതൊക്കെ സംഭവിച്ചത്. ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം? വെറുതെ നാട്ടുകാരെ കേൾപ്പിക്കാനായിട്ട് മിണ്ടിപ്പോരുത്. ഒരുത്തി പോയത് മതിയായില്ല നിനക്ക്. ഇത് കണ്ട വാക്മാൻ, ഇവളും ആ ടാക്കീസിലെ ഓപ്പറേറ്റർ പയ്യനുമായിട്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. മൂത്തവള് വേലിയാടിയാ പോയതെങ്കിലേ ഇവള് മതിലിയാടാ നിൽക്കുക. എന്റെ തേവരെ, നേരാണോടി? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഉത്സവം കഴിയുന്നവരെ പുറത്തെങ്ങാനും ഇറങ്ങിയാൽ കേറി പൊക്കോളാത്തേക്ക്. നടക്ക്. എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഞാൻ വിനേട്ടനോട് പോകും. ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയാം. അയ്യോ അളിയ, അതെ, ഉത്സവം ഒന്ന് കഴിഞ്ഞോട്ടെ. ഇപ്പൊ എടുത്ത് ചാടിയ പഴയതുപോലെ നാറും. ഒരു വീട്ടിലെങ്ങനെ കയറാന്ന് കാണിച്ചു തരാം. പ്ലാൻ നമ്പർ 1. കള്ളപ്പെരിച്ചാഴി, നിന്നെ തലവെട്ടിച്ച മതിലേക്ക് നയിക്കോ. പ്ലാൻ പൊളിഞ്ഞെന്ന് വെട്ടി കൊള്ളാനൊക്കെ നമുക്ക് രക്ഷപ്പെടാം. ഇത് എന്റെ ബാക്ക്മാൻ അല്ലത്, തെണ്ടി. എന്താ ഏട്ടാ അവിടെ പ്രശ്നം? ഒരു കമ്പിത്തിരി കിട്ടേ, നിന്റെ വീട്ടിൽ പോയി കൊടുക്കടാ. ഇതാ പ്രശ്നം. ഈ നാടേ ശരിയല്ല. പോട്ടെ മകളെ.
ബിജു കിട്ടൂടാ. വെടിക്കട്ജി ബിജു അല്ല, ബജ്രംഗൻ. കിട്ടുവോ? അതായത് വെടിക്കട്ജി നമ്മളാരും ഇതുവരെയായിട്ട് ചോദിച്ചിട്ടില്ല. ഇവിടെ വീട് വിളിക്കുന്ന ആരുവേടാ ഒരു തീപ്പെട്ടി. ഓ, തീപ്പെട്ടി കൊടു. തീപ്പെട്ടി ഇല്ലാതാണോ വെടിവെക്കാൻ ഇറങ്ങിയിരിക്കുന്നത്? വെടി എപ്പോ വെക്കുന്ന എവിടെ വെക്കുന്നതൊക്കെ വേല നോക്കിക്കോളാം. ഏതടാ ഈ കരുത മോനൻ? ഒന്നും വിചാരിക്കരുത്, ചിറ്റയുടെ മോനാ. ചിറ്റയുടെ മോൻ. ഓ ഓ വലിയ കാര്യമുണ്ടാ. അണ്ണാ എന്റെ ബൾബും കാശും. ഏയ് ഡാർക്ക് മാൻ, നീ വെറുതെ വേലായുധനെ കൊണ്ട് പിച്ചാത്തി അടിപ്പിക്കല്ലേ. അണ്ണൻ ഇത്ര മുക്കുന്നു. ഇതാ ഞാൻ പറഞ്ഞ ആൾക്കാർ ഒന്ന് വരട്ടിയേരി കട്ടിയിലായിക്കോട്ടെ. എവിടെ കണ്ടു നോക്കുന്നുണ്ട്. അങ്ങോട്ട് നോക്കിയേ. ഈ പച്ചക്കാരനാരാ? ഇന്നലെ രാത്രി ഞാൻ കണ്ടോന്ന് പറഞ്ഞില്ലേ, അയാളാ. ആണോ? എന്തുട്ടാ ഡ്രസ് ചെയ്ത് ക്യാമറയാ? ഹേയ് കോണക. എങ്കി ആ കോണക എടുത്തൊന്ന് ആരെയൊന്ന് മറച്ചേ, അണ്ണൻ കാണട്ടെ. അയ്യോ അല്ല അണ്ണാ, അണ്ണന്റെ ആഗമന ഉദ്ദേശം ഞങ്ങൾ പെരുവത്ത് കടകുകാര് കോണ കൊടുക്കുന്ന കാണാനാ. ഇടക്കന്നാലേ വടക്കുന്നാനം മണ്ണിപ്പ് ചോദിച്ചാലേ ഈ വേലായുധൻ എങ്ങനെയാ വെടിക്കിട്ട് വേലാനെന്ന് കഥയെ പറയും. നിന്റെ മോറ് കാണാൻ നല്ല ചന്തേട്ടാ, പക്ഷെ മ്യൂസിക് അത്ര മൂപ്പ് പോരാ. ഇനി നീ വടക്കും ഭാഗത്തെ പെണ്ണിന്റെ പുറകെ നടന്നെന്നറിഞ്ഞ ദേവരുടെ വെടിക്കെട്ടിന്റെ ഒരു സാമ്പിളായിട്ട് വരും. അണ്ണൻ ചെല്ല്, നമുക്ക് പിന്നെ പടപ്പിക്കാം. ചെല്ലാൻ പിന്നെ പടപ്പിക്കാം. പിന്നെ പറിപ്പിക്കാന്ന്. എന്താ ഒരു തീപ്പൊരിയ രോമാഞ്ചം കൊണ്ട് രോമാഞ്ചം. ജയം കഴിഞ്ഞ നമ്മുടെ ആളാ മാധവ. പണ്ടത്തെ പോലല്ല സിനിമ. സിനിമയ്ക്ക് വന്ന മാറ്റങ്ങളെ നിന്ന് കത്തണ കണ്ടോ. തീപ്പൊരിയും രോമാഞ്ചൊക്കെ ശരിയാ. എടാ, 8ാമത്തെ ഉത്സവത്തിന്റെ ഭഗവാന്റെ കാശ് രൊക്കം കൊടുത്തില്ലെങ്കിൽ നമ്മളായിരിക്കും നിന്ന് കത്തുന്നത്. ആര് കത്തും? ഒന്ന് പോടാ. നമ്മുടെ ഈ ടാക്കീസ് വിട്ട് ആരും മാറാൻ പോകുന്നില്ല. ഇനി അങ്ങനെ സംഭവിക്കണമെങ്കിലേ ഈ നീറങ്ങ് പോയി മാനം കറക്കണം. ഒന്നും ഉണ്ടായിരടാ. ആരടാ ചതിച്ചാശാനെ, ചതിച്ചു. ആരാന്ന്? ആരടാ? ജോഷിയാണടാ? വേലായുധൻ 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 സംവിധായകനാ? പിന്നെ ടിക്കറ്റ് വേലായുധൻ ഇവനെ തല്ലാൻ വേണ്ടി ഇറക്കിയതാ. ഉത്സവ പറമ്പ് വെച്ച് ഇപ്പൊ ചെറുതായിട്ടൊന്ന് കോർത്തിട്ട് വരിക. ഞാൻ അപ്പഴേ നിന്നോടൊക്കെ പറഞ്ഞതാ. അയ്യോ, അപ്പൊ നിനക്കൊക്കെ പഴവും മാങ്ങ ഒരുമിച്ച് പറിക്കണം. പഴം വാങ്ങിയ അത് എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. ഉത്സവം അലങ്കോലമാക്കി ഇപ്പൊ നാട്ടുകാരോരോന്ന് പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. നിൽക്കുന്നത് കണ്ടില്ലേ? ആഹാ, എന്റെ ആശാനെ, നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തിയ പിന്നെ കൈയും കെട്ടി നോക്കി വെക്കണമായിരുന്നു. എടാ, നീ അവനെ കൂട്ടുപിടിക്കണ്ട. നാട്ടുകാർ നിന്നെ നാണം കെടുത്താ നീ നോക്കിയാൽ മതി. എടാ, നീ ഈ ഉത്സവത്തിന് ആ പെണ്ണിന്റെ പുറകെ നടന്ന് കുഴപ്പമില്ല ഉണ്ടാക്കിയുണ്ടല്ലേ അവന്മാരിപ്പോ ഈ വെടിക്കെട്ടിനെയും വേലായുധനെയൊക്കെ ഇറക്കുന്നത്. അറിഞ്ഞു അല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഫ്ലാഷ് ആവും. വെടിക്കെട്ടല്ല, ഏത് വള്ളിക്കെട്ട് വന്നാലും നിന്നു പെടയ്ക്കും. അത് വേറെ കാര്യം. നീ ആദ്യമേ അവളുടെ കാര്യം അറിഞ്ഞിട്ട് വേടാ.